Good morning. Starting our new session, Excitations in Solid, and the first topic is Plasma Optics. Plasma is one of the four fundamental states of matter and was first described by chemist Irving Langmuir in the 1920s. It consists of a gas of ions and free electrons. The word plasma comes from the Greek word meaning moldable substance or jelly and describes the behavior of the ionized atomic nuclei and the electrons within the surrounding region of the plasma. Then consider the three states of matter: solid, liquid and gas. നോക്കുക, സോളിഡിൽ പാർട്ടിക്കിൾസ് എല്ലാം റിജിഡ് ആണ്, ഫിക്സഡ് ഷേപ്പ് ആണ്. സോളിഡ് സബ്സ്റ്റൻസിന് ഫിക്സഡ് വോളിയമാണ്. ഫോർ ലിക്വിഡ് ഇറ്റ്സ് നോട്ട് റിജിഡ്, നോ ഫിക്സഡ് ഷേപ്പ് ആൻഡ് ഇറ്റ് ഹാസ് എ ഫിക്സഡ് വോളിയം. ഇൻ ദ കേസ് ഓഫ് ഗ്യാസ് ഇറ്റ്സ് നോട്ട് റിജിഡ്, നോ ഫിക്സഡ് ഷേപ്പ് ആൻഡ് നോ ഫിക്സഡ് വോളിയം. Then our fourth state is plasma state. For solid, particles are very orderly arranged. For liquid, they are free to move. And for gas, the movement is more than liquid. ഒരു ബീക്കറിൽ ഒരു ഐസ് ക്യൂബ് എടുത്തിട്ടുണ്ട്, അത് നമ്മൾ ഹീറ്റ് ചെയ്തു. Then it becomes a liquid. We can say that there is a change of state from solid to liquid. Then ഈ വാട്ടറിനെ നമ്മൾ ബോയിൽ ചെയ്യിച്ചാൽ എബോവ് 100 ഡിഗ്രി സെൽഷ്യസ് വാട്ടർ വേപ്പർ സ്റ്റേറ്റിലേക്ക് മാറുന്നു. സോ ദ മീഡിയം ചേഞ്ചസ് ടു ലിക്വിഡ് ടു വേപ്പർ. ദെൻ ഈ വേപ്പർ സ്റ്റേറ്റിൽ അല്ലെങ്കിൽ ഗ്യാസിനെ നമ്മൾ വീണ്ടും ഹീറ്റ് ചെയ്യിച്ചാൽ അത് ഫോർത്ത് സ്റ്റേറ്റായ പ്ലാസ്മ സ്റ്റേറ്റിലേക്ക് മാറുന്നു. എ പ്ലാസ്മ മേ ബി പ്രൊഡ്യൂസ്ഡ് ഇൻ ദ ലബോറട്ടറി by heating a gas to an extremely high temperature, which causes such vigorous collisions between its atoms and molecules that electrons are free, yielding the requisite electrons and ions. ലബോറട്ടറീസിൽ ഉപയോഗിക്കുന്ന ഒരു ചേംബറിൻ്റെ ജസ്റ്റ് ഒരു റെപ്രസെൻറ്റേഷനാണിത്. ഹൈ ടെമ്പറേച്ചറിൽ ഹീറ്റ് ചെയ്യിക്കുമ്പോഴത്തേക്കും ഗ്യാസ് ഇലക്ട്രോൺസ് ഫ്രീ ആയിട്ടുള്ള അല്ലെങ്കിൽ അതിൻ്റെ ഓർബിറ്റിൽ നിന്ന് ഇലക്ട്രോൺസ് റിമൂവ് ആയിട്ട് ഫ്രീ ഇലക്ട്രോൺസ് ഉള്ള പ്ലാസ്മ സ്റ്റേറ്റ് ആയിട്ട് മാറും. ഇറ്റ്സ് എ റെപ്രസെൻറ്റേഷൻ ഓഫ് പ്ലാസ്മ സ്റ്റേറ്റ്. ഇവിടെ സംഭവിക്കുന്നത് ഒരു ആറ്റത്തിലെ ഔട്ടർമോസ്റ്റ് ഓർബിറ്റലിലുള്ള ഇലക്ട്രോൺ നമ്മൾ ഹൈ ടെമ്പറേച്ചർ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും ആ ആറ്റത്തിൽ നിന്ന് പുറത്ത് ചാടി ഫ്രീ ഇലക്ട്രോൺസ് ആയിട്ട് മാറുന്നു. ആ കറസ്പോണ്ടിങ് വേക്കൻസി ഒരു പോസിറ്റീവ് അയോണായിട്ടും മാറുന്നു. അപ്പം ദർ ഇസ് എ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് അയോൺസ്. അപ്പോൾ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് അയോൺസിൻ്റെ ഒരു മിക്സായിട്ട് ഈ മീഡിയം മാറുന്നു. സോ ഇറ്റ് ക്യാൻ കണ്ടക്ട് ഇലക്ട്രിസിറ്റി. ഇപ്പോൾ ഒരു ഗ്യാസ് നമ്മൾ നോക്കുവാണെങ്കിൽ അത് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്നില്ല. പക്ഷേ പ്ലാസ്മ സ്റ്റേറ്റിൽ ഫ്രീ ആയിട്ടുള്ള പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് അയോൺസ് ഉള്ളത് കാരണം പ്ലാസ്മ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഉള്ള ഒരു മീഡിയമാണ്. ഇനി വാട്ട് ആർ ദ എക്സാമ്പിൾസ് ഓഫ് പ്ലാസ്മ? ദ ഫസ്റ്റ് വൺ ഈസ് സൺ, സ്റ്റാർസ് ആൻഡ് സ്പേസ്. ദ സൺ ആൻഡ് സ്റ്റാർസ് കൺസിസ്റ്റ് ഓഫ് വെരി ലിറ്റിൽ ആക്ച്വൽ ഹൈഡ്രജൻ ആൻഡ് ഹീലിയം ഗ്യാസ്. ബിക്കോസ് ദ ടെമ്പറേച്ചർ ആർ സോ ഹൈ, the atoms are nearly completely ionized into hydrogen ions and helium ions, that is a plasma. സണ്ണിലും സ്റ്റാറിലും ഒക്കെ അയണൈസ്ഡ് ആയിട്ടുള്ള ഹൈഡ്രജൻ ആൻഡ് ഹീലിയം അയോൺസ് ആണ്. അത് ഹൈ ടെമ്പറേച്ചറിലുള്ളൊരു മീഡിയമാണിത്. അപ്പം ഇത് പ്ലാസ്മ സ്റ്റേറ്റിന് ഒരു എക്സാമ്പിളാണ്. സണ്ണ്, സ്റ്റാർ ആൻഡ് സ്പേസ്. ദെൻ ദ നെക്സ്റ്റ് എക്സാമ്പിൾ ഈസ് ലൈറ്റ്നിങ്. During lightning, at that high temperature, the lightning column is a plasma, that is a gas with many of its atoms broken into electrically charged particles, both negatively charged electrons and positively charged ions. Then the next example is luminous clouds. Luminous plasma atmosphere of the sun or other star
extending millions of kilometers into space, most easily seen during the total solar eclipse. It is called a corona or stellar corona. Then the next example is neon signs. Just like a fluorescent light, neon signs are glass tubes filled with gas. When a light is turned on, the electricity flows through the tube. The electricity charges the gas and creates plasma inside of the tube. The plasma glows a special color depending on what kind of gas is inside. Then the next example is electric arc. Plasma is an ionized gas which is of ions, electrons and neutral particles. When the electric arc is passed through the certain gas such as air, hydrogen, nitrogen, argon, etc., the temperature of a gas is raised to the higher value and the gases become ionized. The gas in this stage is termed as plasma. Then the last example is flame. A flame do contain plasma and some flames do not. Every gas contains a few ions and free electrons, and yet not every gas is a plasma. There must be some cutoff point where there are enough ions in the gas that it begins acting like a plasma. Most flames are not hot enough to become plasmas. These are the major examples of plasma state. Plasma നമുക്കൊന്ന് ഡിഫൈൻ ചെയ്യാം. It's a state of matter in which an ionized gaseous substance become highly electrically conductive to the point that long range electric and magnetic fields dominates the behavior of the matter. Plasma gaseous സ്റ്റേറ്റിനെ അപേക്ഷിച്ച് ഹൈലി ഫ്രീ ആയിട്ടുള്ള പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് അയോൺസ് ഉള്ള ഒരു മീഡിയമാണ്. അപ്പോൾ ഗേഷ്യസ് സ്റ്റേറ്റിൽ നമ്മൾ ഹൈ ടെമ്പറേച്ചർ സബ്ജക്റ്റ് ചെയ്ത് കഴിയുമ്പം ഈ ഹൈ ടെമ്പറേച്ചറിൻ്റെ ഇൻഫ്ലുവൻസിൽ ആറ്റത്തിലെ ഔട്ടർമോസ്റ്റ് ഓർബിറ്റലിലെ ഇലക്ട്രോൺസ് ഫ്രീ ആയിട്ട് പുറത്ത് ചാടി മൂവ് ചെയ്യാനായിട്ട് തുടങ്ങും. ആ ഒരു സ്റ്റേറ്റിനെയാണ് നമ്മൾ പ്ലാസ്മ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഗ്യാസിനെ അപേക്ഷിച്ച് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഉള്ള ഒരു മീഡിയമാണ് പ്ലാസ്മ. ഇറ്റ് ഹാസ് ലോങ് റേഞ്ച് ഇലക്ട്രിക്കൽ ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്സ് ആൻഡ് ഡോമിനേറ്റ്സ് ദ ബിഹേവിയർ ഓഫ് ദ മാറ്റർ. ഇനി ഈ മീഡിയത്തിൽ നമുക്ക് ഡൈലക്ട്രിക് കോൺസ്റ്റൻറ്റിനെ ഡിഫൈൻ ചെയ്യാം. എന്താണ് ഡൈലക്ട്രിക് കോൺസ്റ്റൻറ്റ്? ഇറ്റ് എക്സ്പ്രസ് ദ എക്സ്റ്റെൻറ്റ് ടു വിച്ച് എ മെറ്റീരിയൽ ക്യാൻ ഹോൾഡ് ഇലക്ട്രിക് ഫ്ലക്സ് ഇൻ ഇറ്റ്. ഒരു മീഡിയത്തിൽ ഒരു മെറ്റീരിയൽ എത്രമാത്രം ഇലക്ട്രിക് ഫ്ലക്സിനെ ഹോൾഡ് ചെയ്ത് വെക്കുന്നു എന്നതിൻ്റെ ഒരു പാരാമീറ്റർ എക്സ്പ്രസ് ചെയ്യുന്ന യൂണിറ്റാണ് അല്ലെങ്കിൽ ഒരു ടേമാണ് ഡൈലക്ട്രിക് കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നത്. Then we have an alternate definition for dielectric constant, or it is also known as the relative permittivity. The dielectric constant of a material is its absolute permittivity expressed as a ratio relative to the vacuum permittivity, or it can be expressed as epsilon r of omega equal to epsilon of omega divided by epsilon 0. The relative permittivity is denoted as epsilon r of omega. Sometimes it is denoted as lowercase kappa. From this definition or from this equation, epsilon of omega is the complex frequency dependent permittivity of the material and epsilon 0 is the vacuum permittivity. Then what is dielectric function, or what is the difference between dielectric constant and a dielectric function? It's a function that expresses the dielectric constant of a substance as a function of frequency. ഒരു സബ്സ്റ്റൻസിൻ്റെ ഡയലക്ട്രിക് കോൺസ്റ്റൻറ്റ് ഫ്രീക്വൻസി ഡിപ്പെൻഡൻസിൽ രേഖപ്പെടുത്തുന്ന ടേമാണ് ഡയലക്ട്രിക് ഫങ്ഷൻ എന്ന് പറയുന്നത്. ഓരോ മെറ്റീരിയലിനും അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് അനുസരിച്ച് ഡിഫറെൻറ്റ് ഡയലക്ട്രിക് കോൺസ്റ്റൻ്റ് ആണ് വരുന്നത്.
അതായത് അതിൽ ഇലക്ട്രിക് ഫീൽഡ് അല്ലെങ്കിൽ ഇലക്ട്രിക് ഫ്ലക്സിനെ സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള കപ്പാസിറ്റി അനുസരിച്ചാണ് ഡയലക്ട്രിക് കോൺസ്റ്റൻറ്റ് വേരി ചെയ്യുന്നത്. ഇൻ ജനറൽ ദ ഡയലക്ട്രിക് ഫംഗ്ഷൻ ഈസ് എക്സ്പ്രസ്ഡ് ടു ബി എ കോംപ്ലക്സ് ക്വാണ്ടിറ്റി as a function of frequency and wave vector. Note that dielectric function is a function and it can be expressed to be a complex quantity as a function of frequency and wave vector. ഫ്രീക്വൻസിയുടെയും വേവ് വെക്ടറിൻ്റെയും ടേമിൽ എക്സ്പ്രസ് ചെയ്യുന്ന ഡയലക്ട്രിക് കോൺസ്റ്റൻറ്റിൻ്റെ ഫംഗ്ഷനെയാണ് നമ്മൾ ഡയലക്ട്രിക് ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നത്. ഇനി എന്താണ് വേവ് വെക്ടർ? It's a vector which helps to describe a wave. Like any vector, it has a magnitude and direction, both of which are important. Its magnitude is either the wave number or angular wave number of the wave, and its direction is ordinarily the direction of wave propagation. In the next session, we will discuss about the dielectric constant or dielectric function in a plasma medium.